ബിഗ് ബോസ് സീസൺ 7 അപ്ഡേറ്റിലേക്ക് പോവാം. കുറച്ചു നേരം മുമ്പ് ഒരു മത്സരം നടത്തിയിട്ടുണ്ടെന്നല്ലോ ബാൻഡ് കിട്ടാൻ വേണ്ടിയിട്ട്. ആ മത്സരത്തിൽ ജയിച്ചിരിക്കുന്നത് നവീനാണ്. ജിസയിലും നവീലും കൂടെ മത്സരിച്ചപ്പോൾ നവീൻ ജയിച്ചു. നവീലിനൊരു 8-9 വോട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ജിസയിലിന് കിട്ടിയിരിക്കുന്നത് 5-6 വോട്ടേ ഉള്ളൂ. അത്രയും കണ്ടേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ജിസയിൽ തോറ്റു പോയിരിക്കുകയാണ് മത്സരത്തിൽ. പിന്നെ ഉള്ളത് നമ്മുടെ ആദില നൂറയും ശാരികയാണ്. ശാരികക്കൊരു 5-6 വോട്ടൊക്കെ ഉള്ളു. പക്ഷേ ആദില നൂറക്കാണെങ്കിൽ 10 വോട്ട് കിട്ടിയിട്ടുണ്ട്. 10 വോട്ട് കിട്ടി ശക്തമായ രീതിയിലാണ് ആദില നൂറ ശാരികനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ജയിച്ചിരിക്കുന്നത്. പിന്നെയുള്ളത് നമ്മളുടെ ആര്യനും ഒനയിലുമാണ്. ഒനയിലിനൊരു 5 വോട്ടേ കിട്ടിയിട്ടുള്ളൂ. ആര്യൻ 7 വോട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ആര്യനും തരക്കേടില്ലാത്ത രീതിയിൽ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ ബിഗ് ബോസിൽ കണ്ടുവരുന്ന രീതിയിൽ വെച്ച് നോക്കുമ്പം ഈ നവീനും നവീനും ജിസയിലും തമ്മിൽ ഒരു ശത്രുത ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഈ മത്സരം കഴിഞ്ഞതോടെ അങ്ങനെ ഒരു ചാൻസ് ഉണ്ട്. അവർ തമ്മിൽ ഇനി വഴക്കുണ്ടാകാനൊക്കെ തുടർന്നുള്ള ബിഗ് ബോസിൻ്റെ എപ്പിസോഡുകളിൽ അവർ തമ്മിലൊരു വഴക്കും ഏറ്റുമുട്ടലൊക്കെ ഉണ്ടാകാനുള്ളൊരു ചാൻസ് വരുന്നുണ്ട്. എങ്ങനെ ആവുമെന്ന് അറിയത്തില്ല, എന്നാലും നമുക്കത് അങ്ങനെ പ്രതീക്ഷിക്കാം. നവീൻ ഇതുവരെ ആരെയും ഒരു വാക്കുകൊണ്ട് പോലും വലിയ രീതിയിൽ ആരെയും ഒന്നും ഉപദ്രവിച്ചിട്ടൊന്നുമില്ല. ഒന്നും പറയാതെ നല്ല രീതിയിൽ തന്നെ അഭിനയിച്ച് പോകുന്ന ഒരു ഗെയിം കളിച്ച് പോകുന്ന ഒരാളായിട്ടാണ് നവീനെ ഇതുവരെ കണ്ടിട്ടുള്ളത്. അപ്പോൾ നവീൻ വലിയ കളിക്കാരനാണെന്നൊന്നും പറയുന്നില്ല. പക്ഷേ നവീനും കുഴപ്പമില്ല, തരക്കേടില്ലാതെ ഗെയിം കളിച്ച് നല്ല രീതിയിൽ പോകുന്നുണ്ട്. നവീൻ ഇനി തുടർന്നുള്ള ഇതിലെ ബിഗ് ബോസിൻ്റെ എപ്പിസോഡിൽ എങ്ങനെയായിരിക്കുമെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. എന്നാലും കുഴപ്പമില്ല, തരക്കേടില്ല പോയിട്ടുണ്ടെന്ന് പറയാം. ഇപ്പം പ്രശ്നമൊന്നുമില്ല. ഇപ്പം നല്ല രീതിക്കാണ് ബിഗ് ബോസിലെ എല്ലാ ആൾക്കാരും മത്സരിക്കുന്നത്. ഒരുവിധം നല്ല തരക്കേടില്ലാത്ത രീതിയിൽ തന്നെ കളി മുമ്പോട്ട് പോകുന്നുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ബെൽ ബട്ടൺ ഓൺ ചെയ്ത് വെക്കണം. ബെൽ ബട്ടൺ ഓൺ ചെയ്ത് വെച്ചാൽ മാത്രമേ എൻ്റെ നോട്ടിഫിക്കേഷൻ വീഡിയോയുടെ നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ വേറെ ഒന്നും വിചാരിക്കല്ലേ. അപ്പോൾ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നവർ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം, മറക്കല്ലോ. അപ്പോൾ നിങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പവറായിട്ടിരിക്കുക. അപ്പം ഞാൻ വേറെ വിവരങ്ങളൊക്കെ കിട്ടൂടെ. അപ്പം കിട്ടുന്ന സമയത്ത് ഞാൻ വരാം, കുഴപ്പമില്ല. ഞാൻ വന്ന് നിങ്ങൾക്ക് ഓരോരോ അറിവ് ഓരോരോ വിവരം കറക്റ്റായിട്ട് തന്നിട്ടിരിക്കാം, പ്രശ്നമില്ല. അപ്പം ഞാൻ പോയിട്ട് വരാം കൂട്ടുകാരാ. ടാറ്റാ.